ഇന്ന് അടിപൊളി ഒരു ഗ്രീൻ പീസ് ആയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു 8 മണിക്കൂറിന് മുന്നേ ആയിട്ട് ഇച്ചിരി ഗ്രീൻ പീസ് ഒന്ന് കുതിർക്കാനിട്ടിരുന്നു. അത് കുതിർത്ത് വാരിയതിന് ശേഷം ചെറിയ ഉള്ളിയും ഗ്രീൻ പീസും കൂടെ ചേർത്ത് ഒന്ന് കുക്കറിൽ വെച്ചിട്ട് ഒന്ന് അവിച്ചെടുത്തിട്ടുണ്ട്. ആ അവിച്ച ഗ്രീൻ പീസ് ഒന്ന് മാറ്റിയതിന് ശേഷം സെയിം കുക്കറിൽ തന്നെ ഇച്ചിരി എണ്ണ ഒഴിച്ചു, ഇച്ചിരി കടുകിട്ടു, വറ്റൽ മുളകിട്ടു, ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി പച്ചമുളക് ഇടാം. അതിൻ്റെ കൂടെ അല്പം ഒരു ഇഞ്ചിയും കൂടെ ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി വേണ്ട, ഇഞ്ചി മതി. പച്ചമുളകൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, അതൊന്നിടാം. അതും ഒന്ന് വാടി വരട്ടെ. അതിൻ്റെ പച്ചമണമൊക്കെ, തക്കാളിക്ക് ഒരു പച്ചമണം വരും, അതൊക്കെ ഒന്ന് മാറി വരട്ടെ. ആ സമയം നമുക്കൊരു കൂട്ടുണ്ടാക്കാം. ഇച്ചിരി മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയായിട്ടൊരു കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്യാസിൽ വെച്ച് കുക്കറിൽ വെച്ചേക്കുന്ന തക്കാളിയിലോട്ടൊന്ന് തട്ടാം. തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഈ പൊടി ഐറ്റംസ് എല്ലാം കൂടെ നമുക്ക് അതിലോട്ടൊന്ന് തട്ടാം. എന്നിട്ട് അതിൻ്റെ പച്ച മണം ഒന്ന് മാറട്ടെ. അതൊന്നൊരു 4-5 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി ഇച്ചിരി ഉപ്പിടണം. നല്ലവണ്ണം ഒന്ന് വരണ്ട് വരട്ടെ. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അടുത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ഗ്രീൻ പീസിൽ ഉപ്പിട്ടല്ല അവിച്ചത്, അതുകൊണ്ടാണ് ഇച്ചിരി കൂടുതലായത്. കണ്ടാൽ തോന്നുന്നു ഒരുപാട് ഇട്ടെന്നല്ല, കറക്റ്റായിരിക്കും. ഉപ്പൊക്കെ ഇട്ട് തക്കാളിയൊക്കെ നല്ലവണ്ണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി മാറ്റി വെച്ചേക്കുന്ന ഗ്രീൻ പീസ് എടുത്ത് ഇതിലോട്ടൊന്ന് തട്ടാം. ഒരുവിധം വെന്തതേ ഉള്ളൂ, നല്ല വെന്ത് ചീഞ്ഞ് പോയിട്ടില്ല ഗ്രീൻ പീസ്. ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർക്കണം. എല്ലാത്തിലും ഒന്ന് അതിൻ്റെ കൂട്ടെല്ലാം ഒന്ന് പിടിച്ച് വരട്ടെ. അതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒരു വിസിലും കൂടെ കേൾക്കാം. ഒരു വിസിൽ മതി, ഇല്ലെങ്കിൽ വെന്ത് ചീഞ്ഞ് പോകും. ഗ്രീൻ പീസ് വെന്ത് ചീഞ്ഞ് പോയാൽ അത് കൊള്ളത്തില്ല. ഒരുപാട് വെന്താൽ അത് കൊള്ളത്തില്ല. നമുക്ക് അടപ്പെടുത്ത് നോക്കാം. ഒരുവിധം വെന്തിട്ടുണ്ട്. കണ്ടോ, ഗ്രേവി ഒന്നും നല്ല ഗ്രേവി ആയിട്ടില്ല, അതിനിയേ ആവത്തുള്ളൂ. കുറുകി വരുമ്പോഴേ നല്ല ഗ്രേവി കിട്ടത്തുള്ളൂ. ആ കുക്കർ എടുത്തപ്പോൾ ഉള്ള അതിൻ്റെ ആവിയാണ് ഈ കാണുന്നത്. ഒന്ന് തിളക്കട്ടെ നല്ലവണ്ണം. കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഗ്രേവി ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഗ്രീൻ പീസ്. കണ്ടോ, ഗ്രീൻ പീസ് ഒരുപാട് വേവിച്ചിട്ടില്ല. ഒരു വിസിലും കൂടെ കേട്ട് കഴിഞ്ഞാൽ നല്ലവണ്ണം കുറുകി ഗ്രീൻ പീസൊക്കെ വെന്ത് റെഡി ആയിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ അതിന് ഒരു ടേസ്റ്റ് ഇല്ല. ഇതാണ് ഇഷ്ടം. അപ്പത്തിനൊക്കെ ഈ ഗ്രീൻ പീസ് കറിയാണ് ഏറ്റവും നല്ലത്. അപ്പം ചപ്പാത്തിക്കൊക്കെ ഒരുപാട് വെന്ത് പോയാൽ കൊള്ളൂല. ഇതാണ്ടോ, നല്ലവണ്ണം വെന്തിട്ടുണ്ട്, നല്ല കുറുകിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. തണുത്ത് കഴിയുമ്പോൾ നല്ല കുറുകുറുത്ത ഗ്രീൻ പീസ് കറി. ഇതാണ്ടോ, അപ്പത്തിനൊക്കെ ഇത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഗ്രീൻ പീസ് കറി വയ്ക്കുമ്പോൾ ഒരുപാട് വെന്ത് പോകാതെ ഇങ്ങനെ വച്ച് നോക്കുക. ഓക്കെ, ബൈ.